കാറ്റ് കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ബൾബ് നമുക്ക് വെളിച്ചം കിട്ടാനാണ്. ഓക്കെ. ഈ മൈക്ക് ശബ്ദം കുറച്ചും കൂടെ ഉച്ചത്തിൽ കിട്ടാൻ. അപ്പോൾ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഇനി ഇതിനേക്കാൾ നിസ്സാരമായിട്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാവരും എന്താ ഒന്നും പറയാതിരിക്കുന്നത്? ഒരാൾ പോലും ഉത്തരം പറയുന്നില്ല. നോക്കൂ, നമ്മൾ കണ്ടുപിടിച്ച കാറിൻ്റെയും മൈക്കിൻ്റെയും ഫാൻ്റെയും എല്ലാ ഉദ്ദേശം നമുക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കുതിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഒരു കാറിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരു കാറിൻ്റെ ബ്രേക്കിൻ്റെ ഉദ്ദേശം എന്താണ്? അപകടം ഒഴിവാക്കാൻ. വേറെന്തെങ്കിലും? ഒരു വാഹനം നിർത്താൻ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റാണ്. കാറിൻ്റെ ബ്രേക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാർ നിർത്താനാണ്, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഒഴിവാക്കാനാണ്. കറക്റ്റാണ്. പക്ഷേ അതിനേക്കാൾ മനോഹരമായൊരു ഉത്തരമുണ്ട്. കാറിൻ്റെ ബ്രേക്കിൻ്റെ ഉദ്ദേശം കാറ് വേഗത്തിൽ ഓടിക്കുവാനാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? കാറ് വേഗത്തിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് വേണം. ആ ബ്രേക്ക് ഉണ്ട് എന്നുള്ള ബോധ്യമുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ കാർ വേഗത്തിൽ ഓടിക്കുന്നത്. ബ്രേക്ക് ഇല്ലാത്തൊരു കാറാണെങ്കിൽ നമ്മളത് സ്റ്റാർട്ടാക്കാൻ പോലും ധൈര്യപ്പെടുകയില്ല, അല്ലേ? ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ ഒരു കാർ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയായിട്ട് സങ്കല്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലെ ബ്രേക്കുകളാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ സമൂഹം, നമ്മുടെ നിയമവ്യവസ്ഥകൾ. ഈ ബ്രേക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വളരെ കുതിപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അബദ്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും ചില ബ്രേക്കുകൾ ചവിട്ടും, അല്ലേ? ബ്രേക്ക്, സഡൻ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ചില കരച്ചിലുണ്ടാവും, ചില ഉലച്ചിലുണ്ടാവും, അല്ലേ? ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ അബദ്ധങ്ങളിലേക്ക് വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രേക്കുകൾ ചവിട്ടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരയും, നമ്മൾ നുലയും. പക്ഷെ മനസ്സിലാക്കുക, വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കുകൾ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. വാഹനം അമിത വേഗതയിൽ ഓടിച്ചു പോയി കൊക്കയിലേക്ക് മറിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് മാത്രം ശരി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, നമുക്ക് മാത്രം ശരി എന്ന് തോന്നുന്ന ചില പ്രണയങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ഇടും. ആ സമയത്ത് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കണം, ആ ബ്രേക്ക് ആവശ്യമായിരുന്നോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ ബ്രേക്കുകൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ സമൂഹം, നമ്മുടെ നിയമവ്യവസ്ഥകൾ, ഇവയാണ് നമ്മളെ ശക്തിയായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് അവരെ വെറുക്കരുത്, അവരെപ്പോഴും നമ്മൾ ആദരിക്കുക, സ്നേഹിക്കുക. ദാറ്റ്സ് ഓൾ.